ഹോർലിക്സ്, ബൂസ്റ്റ്, ചായ, കാപ്പി ഒന്നും വേണ്ട. ഒരു ഗ്ലാസ് കുടിക്കാൻ പറ്റിയ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക. വേണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുപോവുക. അല്ലാതെ വേണോന്ന് ചോദിക്കരുത്. അവിടെയാണ് അത് കണ്ടിട്ട് കുട്ടികൾ പഠിക്കണം മാനവിക മൂല്യം. വന്നവൻ അതിഥിയാ, അതിഥി ദേവോ ഭവ അല്ലേ? അതിഥിയെ ദേവനായിട്ട് കാണണമെന്നാണ്. ഇത് നമ്മളെ വീട്ടിൽ പല ആളും വന്ന ഉടനെ ഭർത്താവിനെ പറഞ്ഞിട്ട് എന്നാ ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ, അല്ല നിങ്ങൾക്ക് ചായന്റെ വെള്ളമൊന്നും വേണ്ടേനാ എന്ന് പറഞ്ഞ വൃത്തികെട്ട സ്വഭാവം പല വീട്ടിലും. പോവാൻ നോക്കുമ്പോൾ ചോദിക്കരുത്. വന്ന ഉടനെ കൊടുക്കുക. അപ്പോ അർഘ്യം കൊടുക്കൽ എന്താന്ന് മനസ്സിലായോ? അർഘ്യം, സൂര്യൻ അർഘ്യം കൊടുക്കണം. കാരണം സൂര്യനായിരുന്നു നമ്മുടെ എല്ലാ എനർജിയുടെയും. ഇപ്പൊ ഇവിടുത്തെ മൈക്ക്, ഇവിടുത്തെ കരണ്ടിലല്ലേ മൈക്ക് പ്രവർത്തിക്കുന്നു. ഈ മൈക്ക് പ്രവർത്തിക്കുന്നത് സൗരോർജത്തിൽ, അറിയാമോ? ഇവിടെ അമ്പലത്തിൽ സോളാർ പാനലൊന്നും വെച്ചിട്ടില്ലല്ലോ, ഇല്ല. എന്നാലും ഈ മൈക്ക് പ്രവർത്തിക്കുന്നത്, ഞാൻ മെല്ലെ പറയുമ്പോൾ നിങ്ങൾ ഉച്ചത്തിൽ കേൾക്കുന്നത്, സൗരോർജം കൊണ്ടുണ്ടായ കരണ്ടാ. എങ്ങനെയാ സൗരോർജം കൊണ്ട് കരണ്ട് ഉണ്ടായ? ഈ കരണ്ട് വന്നത് അമ്പലത്തിലെ സ്വിച്ച് ബോർഡിലേക്ക് കരണ്ട് വന്നത് മെയിൻ സ്വിച്ചിലേക്ക് വന്നത് എവിടുന്ന? ട്രാൻസ്ഫോമർ എന്നല്ലേ? ട്രാൻസ്ഫോമറിലേക്ക് വന്നത് 110 kV സബ്സ്റ്റേഷൻ അല്ലേ? മുണ്ടേരിയിൽ 110 കുടിക്കുമട്ടയുള്ള 110 kV സബ്സ്റ്റേഷനിലേക്ക് വന്നത് മൂലമറ്റം പവർ ഹൗസിലേക്ക് വന്നത് ഇടുക്കി പദ്ധതിയിൽ നിന്ന്, ജനറേറ്ററിൽ നിന്ന്. ആ ജനറേറ്റർ കറങ്ങുമ്പോ, ആ കമ്പിച്ചുരുളുകൾ ചുറ്റിയ കാന്തം കറങ്ങുമ്പോ കരണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ആ കാന്തം കറങ്ങാൻ ഈ ജനറേറ്റർ കറങ്ങുന്നത് വെള്ളം താഴോട്ട് വീഴുന്നത് കൊണ്ടാ. വെള്ളം മേലെ കെട്ടി നിൽക്കുന്നത് ആകാശത്തുനിന്ന് മഴയായി പെയ്യുന്നുകൊണ്ടാ. ആകാശത്ത് വെള്ളം പോയത് സൂര്യപ്രകാശം കൊണ്ട്, കടലിൽ നിന്ന് വെള്ളം ആവിയായതുകൊണ്ടാ. അപ്പൊ സൂര്യപ്രകാശം കൊണ്ടല്ലേ ഈ കരണ്ട്? ഭൂമിയിലെ സകലമാന ഊർജത്തിന്റെയും ഉറവിടം സൂര്യനാണ്. അതുകൊണ്ട് ഞാനിപ്പോ പ്രസംഗിക്കുന്നതിന്റെ തൊണ്ടയിൽ ഒച്ച സൗരോർജല്ലേ? സൗരോർജാണ്. ആ സൗരോർജത്തെ നെൽച്ചെടിയുടെ നെല്ലോലകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാക്കിയ, ഫോട്ടോസിന്തസിസ് ഉണ്ടാക്കിയ അരിമണികളാണ്. രാവിലെ അരച്ചിട്ട് ചുട്ട കുഴക്കട്ട ഞാൻ തിന്നത് കൊണ്ടാണ് എന്റെ തൊണ്ടയിൽ നീ ഒച്ച വരുന്നത്. മനസ്സിലായോ? അതും സൗരോർജമാണ്. അതുകൊണ്ട് സൂര്യനെയാണ് രാവിലെ പ്രാർത്ഥിക്കുന്നത്. ആ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും എന്നാണ്. ഉള്ളിൽ വെളിച്ചം നിറക്കുമ്പോഴാണ് നിങ്ങൾക്ക് മൂല്യമുണ്ടാവുന്നത്. പുറത്തെത്ര വെളിച്ചമുണ്ടായാലും അകത്ത് വെളിച്ചമില്ലെങ്കിൽ മൂല്യമുണ്ടാവില്ല. അകത്ത വെളിച്ചം വളർത്തുന്ന പ്രക്രിയക്കാണ് പ്രാർത്ഥനാ ഭക്തി എന്ന് പറയുക. മനസ്സിലായോ? പുറത്തെ വെളിച്ചമല്ല. ഈ ഉർവിയെ വരേണ്യമാക്കുന്നവനെ സവിതുർവരേണ്യം